നമസ്കാരം. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. രാവിലെ തന്നെ ഏഷ്യൻ സൈഡിൽ നിന്ന് പോസിറ്റീവായിട്ടുള്ള വാർത്തകളാണ്. US-ഉം ചൈനയും തമ്മിൽ ട്രേഡ് ഡീലുകൾ അവസാന ഘട്ടത്തിലെത്തി എന്നുള്ള പോസിറ്റീവ് ന്യൂസ് കാരണം ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന US ഫ്യൂച്ചർ ഏകദേശം 300 പോയിൻറ്റ് അപ്സൈഡാണ്. ഗ്ലോബൽ മാർക്കറ്റ് കാണാൻ വേണ്ടിയിട്ട് താഴെ ജപ്പാൻ മാർക്കറ്റ് 800 പോയിൻറ്റ് ഗ്യാപ്പ് അപ്പ് അല്ലെങ്കിൽ പോസിറ്റീവ്. കൊറിയ, ചൈന, ഓസ്ട്രേലിയ എല്ലാം തന്നെ പോസിറ്റീവാണ്. ഗോൾഡ് മാത്രം $29 പ്രോഫിറ്റ് ബുക്കിംഗ്. ഡോ ഫ്യൂച്ചർ കാണാൻ വേണ്ടിയിട്ട് ടോപ്പ് ചെയ്യുന്ന മൂന്നാമത് 270 പോയിൻറ്റിൻ്റെ പോസിറ്റിവിറ്റി. ഇനി നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഫ്രൈഡേ ക്ലോസിംഗ് കാണാം. അതിനുശേഷം ഇപ്പോഴത്തെ കറണ്ട് ലെവലും കാണാം. ഏകദേശം ഒരു 70 പോയിൻറ്റ് അപ്സൈഡിലാണ് നിഫ്റ്റി നിൽക്കുന്നത്. എന്നാലോ നമ്മൾ ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുമ്പോൾ PCR 0.7 ആണ്. കൂടുതൽ ആളുകൾ കോൾ ഷോർട്ട് ചെയ്ത് കാണാൻ സാധിക്കും. 26,000, 26,100, 200 എല്ലാം തന്നെ കോള് കൂടുതൽ അഡീഷണൽ ഷോർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം കഴിഞ്ഞ വെള്ളിയാഴ്ച ദിവസം മാർക്കറ്റ് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ്. ഇന്ന് ഒരുപാട് കമ്പനീസിൻ്റെ റിസൾട്ട് ഉണ്ട്. ഈ കംപ്ലീറ്റ് ലിസ്റ്റ് ഇപ്പോൾ ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. അദാനി എനർജി, ബാറ്റ ഇന്ത്യ, കാനറ, ഫാബ്ടെക്, ഇൻഡസ് ടവർ, IOC, GK ടയർ, ജുബിലൻ ഇൻഗ്രവിയ, KFinTech, മസറോൺ ഡോക്ഷി ബിൽഡേഴ്സ്, റയമണ്ട്, SRF, സോണ ബീൽവ്യൂ, ടാറ്റ ഇൻവെസ്റ്റ്മെൻറ്റ്, തമിഴ്നാട് മെർക്കൻറ്റൈൽ ബാങ്ക്, വെൽസ്പൻ സ്പെഷ്യാലിറ്റി സൊല്യൂഷൻ തുടങ്ങിയ ഒരുപാട് കമ്പനീസിൻ്റെ റിസൾട്ട് ഉണ്ട്. അത് നമ്മുടെ റിസൾട്ട് കലണ്ടർ ടാബിലും ലഭ്യമാണ്. ഇനി നമുക്ക് സ്റ്റോക്കുകളുടെ വാർത്തകളൊക്കെ പോകാം. അതിന് മുമ്പ് ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് മ്യൂച്വൽ ഫണ്ട്, സ്റ്റോക്ക് മാർക്കറ്റ്, മറ്റുള്ള ആക്ടിവിറ്റി ചെയ്യാനായിട്ട് നമുക്ക് ഇന്ത്യയിലെ ഏറ്റവും ലീഡിംഗ് ആയിട്ടുള്ള ഡിസ്കൗണ്ട് ബ്രോക്കർ അപ്സ്റ്റോക്കിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. അക്കൗണ്ട് ഓപ്പണിംഗ് തികച്ചും ഫ്രീ ആണ്. ഫസ്റ്റ് കമൻറ്റിൽ ഞാൻ അക്കൗണ്ട് ഓപ്പണിംഗ് ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, ഉപയോഗപ്പെടുത്താം. ന്യൂസിലേക്ക് പോകുമ്പോൾ ഇത് ബൈസെൽ റെക്കമെൻഡേഷൻ അല്ല, കളക്ട് ചെയ്തിട്ടുള്ള വാർത്തകൾ മാത്രമാണ്. ഒല കമ്പനി ഫണ്ട് റൈസ് ചെയ്യുന്നുണ്ട് 1,500 കോടി രൂപ. ഡോക്ടർ റെഡ്ഡി നെറ്റ് പ്രോഫിറ്റ് അവർ ഏകദേശം 7.3% അപ്സൈഡായി പോയിട്ടുണ്ട്. 1,256 നിന്ന് 1,347 കോടി രൂപ കരസ്ഥമാക്കി. സെലക്സ് കമ്പനി അവർ ഷെയർ ബൈബാക്ക് ചെയ്യാനായിട്ട് പദ്ധതി ഇട്ടിട്ടുണ്ട്. ഡോക്ടർ ലാൽപത് ലാബ് കമ്പനി അവർ ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നുണ്ട്. SBI കാർഡ് 10% ഇയർ ഓൺ ഇയർ നെറ്റ് പ്രോഫിറ്റ് വർദ്ധിച്ചു. സുപ്രീം പെട്രോകെമിക്കൽ നെറ്റ് പ്രോഫിറ്റ് അവർ 63% ഇയർ ഓൺ ഇയർ വർദ്ധിച്ചിട്ടുണ്ട്. ഐക്കോൺ ഇൻ്റർനാഷണൽ കമ്പനി ഒരു ജോയിൻറ്റ് വെഞ്ചർ പ്രൊജക്റ്റ് ഇവർ പവർ സിസ്റ്റമായിട്ട് സൈൻ ചെയ്തു. NTPC കമ്പനി ഇവരും കോൾ ഇന്ത്യയായിട്ടൊരു പുതിയ ജോയിൻറ്റ് വെഞ്ചർ പ്രൊജക്റ്റ് സൈൻ ചെയ്തിട്ടുണ്ട് സിന്തറ്റിക് നാച്ചുറൽ ഗ്യാസിൻ്റെ ഫെസിലിറ്റിക്ക് വേണ്ടിയിട്ട്. കോൺകോർ കമ്പനി അദാനി സിമെൻ്റായിട്ട് പാർട്ണർഷിപ്പ് സൈൻ ചെയ്തു. ക്രോംപ്ടൺ ഗ്രേവ്സ് കൺസ്യൂമർ ഇലക്ട്രിക് കമ്പനി 445 കോടി രൂപയുടെ സോളാർ റൂഫ് ടോപ്പ് ഓർഡർ ലഭിച്ചു. കോഫോർജ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 376 കോടി രൂപ കരസ്ഥമാക്കി. 317 നിന്ന് പ്രോഫിറ്റ് ഉയർന്നു. PTC ഇൻഡസ്ട്രീസ് അവരും ഒരു പുതിയ ഓർഡർ കമ്പനിക്ക് ലഭിച്ചു. പുറവങ്കര കമ്പനി 212 കോടി രൂപയുടെ ഒരു കൺസ്ട്രക്ഷൻ ഓർഡർ ലഭിച്ചു. വിക്കർ എഞ്ചിനീയറിംഗ് കമ്പനി 354 കോടി രൂപയുടെ ഒരു ഓർഡർ ലഭിച്ചു. NCC കമ്പനി 68 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു എന്നുള്ളതാണ് ന്യൂസ്. വൈകിട്ട് നമുക്ക് പോസ്റ്റ് മാർക്കറ്റ് എത്താം. എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ഡേ. താങ്ക് യു.